അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട നജാത്ത് പബ്ലിക് സ്കൂളിലെ അസ്മി അൽബിർ KG സെക്ഷൻ തൊട്ട് LP UP മോറൽ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസ്സുകളിലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഓരോ ക്ലാസ്സിലെയും വളരെ കൗതുകത്തോടുകൂടെ ഓൺലൈൻ സ്വാതന്ത്ര്യദിന പരിപാടിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിൻ്റെ 74ാമത് സ്വാതന്ത്ര്യദിനാഘോഷം രാജ്യം മുഴുവനും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കൊണ്ടാടുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായാണ് നാം ഓഗസ്റ്റ് 15 ആഘോഷവേളയായി ഓർമ്മിക്കുന്നത്. ഓഗസ്റ്റ് 14, 15 തീയതികളിലായി ഇന്ത്യയോടൊപ്പം പാകിസ്ഥാൻ എന്ന ഒരു രാഷ്ട്രം കൂടി വിഭജിക്കപ്പെടുകയും രണ്ടും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യയുടെ ഭരണഘടന എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ രൂപത്തിൽ അവരുടെ ആശയവിനിമയങ്ങൾ നടത്താനും സംസ്കാരങ്ങൾ നിലനിർത്തിപ്പോകുവാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന അംബേദ്കർ സൃഷ്ടിക്കുകയും തെരഞ്ഞെടുപ്പ് മുഖേന ഭരണം മാറി മാറി വന്ന് സ്വതന്ത്രമായി ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കുവാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഒരു മഹത്തായ സംഭാവനയായാണ് നാം കാണപ്പെടുന്നത്. ഈ ഒരവസരത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവനകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ലോകമെമ്പാടും വളരെ ഭയാനകരമായ ആശങ്കയിൽ നോക്കിക്കാണുന്ന COVID-19 എന്ന കൊറോണ വൈറസിൻ്റെ വ്യാപനത്തോടുകൂടെ എല്ലാ ആഘോഷങ്ങളും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല വരെ സ്തംഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ കുട്ടികളായി ഇവിടെ വളർന്നു വരുന്ന പുതുതായിട്ട് സ്കൂളിലേക്ക് അധ്യയന വർഷം സ്വീകരിച്ച മക്കൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാനും അവരെ ഇതിലേക്ക് ആകർഷിപ്പിക്കുവാനും വേണ്ടിയാണ് രണ്ടത്താണി നജാത്ത് പബ്ലിക് സ്കൂൾ ഓൺലൈൻ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിന് ഒരാഴ്ചക്ക് മുമ്പ് സ്റ്റാഫ് മീറ്റിംഗ് കൂടി അതിൻ്റെ പ്ലാനിംഗ് തയ്യാറാക്കി കുട്ടികളുടെ പ്രോഗ്രാം ടീച്ചേഴ്സ് ക്ലാസ് ഗ്രൂപ്പിലൂടെ കളക്ട് ചെയ്ത് അവരുടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് വിളിക്കുന്ന അസംബ്ലികളിലൂടെ ഈ പരിപാടി നിങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുകയാണ്. കാലത്ത് 8 മണിക്ക് സ്കൂൾ സെക്രട്ടറി തൈക്കാടൻ അബ്ദു പതാക ഉയർത്തി നമ്മുടെ പ്രോഗ്രാം എല്ലാ ക്ലാസ് ഗ്രൂപ്പിലേക്കും എത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്കൂൾ പ്രിൻസിപ്പൽ, സ്കൂൾ പ്രസിഡന്റ് തുടങ്ങിയവരുടെ സന്ദേശം കഴിഞ്ഞ് ടീച്ചേഴ്സ് വിളിക്കുന്ന അസംബ്ലിയിൽ കുട്ടികൾ പഠിച്ചു ചൊല്ലി ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ച് കുട്ടികളുടെ വ്യത്യസ്ത ഇനം പരിപാടികൾ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ കൊണ്ടാടുകയാണ്. ഈ അവസരത്തിൽ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനം വിദ്യാർത്ഥികളിൽ എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നാം അവർക്ക് നൽകുകയാണ്. വളർന്നു വരുന്ന തലമുറക്ക് മുമ്പ് കാലത്ത് ജീവിച്ചുപോയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കാണിച്ച ത്യാഗങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയുകയില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുറേ മഹത്തുക്കളെക്കുറിച്ച് അവരുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ അവർ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരമൊരവസരം നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ച ഈ വേളയെ നമ്മൾ ഓരോരുത്തരും വളരെ ആശങ്കയോടുകൂടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി വരും തലമുറക്ക് ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്ത് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനുള്ള കെൽപ്പുണ്ടായിരിക്കണം. അതിനുവേണ്ടിയായിരിക്കണം ഓരോ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന മക്കൾ മതസൗഹാർദ്ദത്തോടുകൂടെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ജീവിക്കുവാനും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും വിദ്യാർത്ഥി തലമുറകളും യുവതലമുറകളും എല്ലാവരും മത രാഷ്ട്രീയ സംഘടനകളും ഒരുമിച്ച് തയ്യാറായാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുവാനും നമ്മുടെ സംസ്കാരം നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഈ ഒരവസരത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയാണ്. ഇനി ക്ലാസ്സുകളിൽ നടത്തപ്പെടുന്ന പരിപാടികളിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.